ഡൽഹി ഡേ 1ന്റെ വിശേഷങ്ങളായാലോ. നമ്മൾ ഹോട്ടലിലെത്തിയ ഉടനെ എല്ലാവരും ഫ്രഷപ്പായി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. ഈ ട്രിപ്പ് മൊത്തം നല്ല ഫുഡ് കഴിക്കാനായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റിക്ഷ വിളിച്ചിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു ഫുഡ് കോർട്ട്, മോൾ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. അവിടെ നമ്മൾ കുറച്ച് മസാല ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൗരി അവിടെ നിന്ന് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഊബർ എടുത്തിട്ടാണ് ഹോസ്കോസിലേക്ക് പോയത്. മെട്രോ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഊബർ എടുത്ത് പോകാൻ തുടങ്ങി. എവിടെയൊക്കെ പോകണമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നെങ്കിലും അവിടേക്ക് ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് വലിയ ധാരണയില്ലായിരുന്നു. സോ അവിടെ ചെന്നിട്ട് ഓരോന്നും ഫിഗർ ഔട്ട് ചെയ്താണ് നമ്മൾ പോയത്. കുറെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതുങ്ങളെ രണ്ടിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റന്റിൽ തുറന്നു വിട്ട പോലെ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു കാടും മരവും സെറ്റപ്പ് ആയിരുന്നു അവിടെ. ആൾക്കാരുടെ മുമ്പിലിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കോടാ. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഭയങ്കര വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അവിടെ ഭയങ്കര കൊതുകടി ആയിരുന്നുകൊണ്ട് തന്നെ അവിടെ നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ പോകുന്ന വഴിയാണ് ഒരു ജിം, ലൈക്ക് ഓപ്പൺ ജിം പോലത്തെ സെറ്റപ്പ് കണ്ടത്. അപ്പം കോളേജിൽ എങ്ങും ജിം ഇല്ലാത്ത പോലെ നമുക്ക് എല്ലാവർക്കും അവിടെ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ കുറെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു എല്ലാരും കൂടെ. പിന്നെ അതിനിടക്ക് സെറിന്റെയും കൃഷ്ണന്റെയും വേഗം മരം എങ്ങനെ കയറാന്നുള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. രണ്ടും കൂടെ അതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് എന്തോ വയ്യാത്ത പിള്ളേരാന്നുള്ള രീതിക്കാണ് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എല്ലാവരും ഉള്ളതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.